ആധുനിക ചെന്നൈയുടെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു 60 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്താൽ നമ്മളൊരു തീരദേശത്തെത്തും. ഒരു വശത്ത് പുരാതനമായ കരിങ്കൽ കുന്നുകളും മറുവശത്ത് കടലും ചേരുന്ന മനോഹരമായൊരു ചരിത്രാധിഷ്ഠിത ഭൂമിക. അതാണ് മഹാബലിപുരം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഈ സ്ഥലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ്. മാമലപുരം എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് കടൽ കടന്നുള്ള വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. ദക്ഷിണേന്ത്യയെ തെക്കുകിഴക്കൻ ഏഷ്യയുമായും മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരു കവാടം തന്നെയായിരുന്നു ഈ പ്രദേശം. ഇന്ന് നമ്മൾ ഈ കരിങ്കൽ കുന്നുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ചരിത്രശേഷിപ്പുകൾ ഒന്ന് നടന്ന് കാണാൻ പോവുകയാണ്. ഒരൊറ്റ പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളും കുന്നിൻ ചെരുവുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗുഹാക്ഷേത്രങ്ങളുമൊക്കെ നമുക്കിന്ന് നേരിട്ട് കാണാം. അതിനോടൊപ്പം തന്നെ കാലത്തെയും സുനാമിയെപ്പോലും അതിജീവിച്ച് നിലനിൽക്കുന്ന കടൽ തീരത്തെ ആ പഴയ ഷോർ ടെമ്പിളും നമുക്ക് സന്ദർശിക്കാം. മഹാബലിപുരം എന്ന ഈ ചരിത്രശേഷിപ്പുകളുടെ ഭൂമികയെ ആഗോള വിനോദസഞ്ചാരികളുടെ കേന്ദ്രമാക്കി മാറ്റിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനെ സ്വീകരിച്ചതിന് ശേഷമാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പലയിടങ്ങളിൽ നിന്നും ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു തുടങ്ങാം. എങ്കിലും കൃഷ്ണന്റെ ബട്ടർ ബോൾ ഇരിക്കുന്ന ഭാഗത്ത് തുടങ്ങുന്നതാകും കൂടുതൽ എളുപ്പം. പ്രധാനപ്പെട്ട ഒട്ടുമിക്ക സ്മാരകങ്ങളും ഈ കുന്നിൻ പ്രദേശത്ത് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു തന്നെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും കണ്ടു തീർക്കാം. പക്ഷെ ചില സ്ഥലങ്ങൾ അല്പം ദൂരെയാണ്. പഞ്ചരഥങ്ങളും ഷോർ ടെമ്പിളും ഒക്കെ കാണാൻ സ്വന്തമായി വാഹനമില്ലെങ്കിൽ ഓട്ടോയോ മറ്റോ വിളിക്കുന്നതാകും നല്ലത്. ഏകദേശം അര ദിവസമുണ്ടെങ്കിൽ മഹാബലിപുരത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം കണ്ടു തീർക്കാൻ കഴിയും. പ്രധാന സ്ഥലങ്ങളിലെല്ലാം ടിക്കറ്റ് കൗണ്ടറുകളുണ്ട്. പക്ഷെ ഒരു ടിക്കറ്റ് എടുത്താൽ തന്നെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് യാത്ര തീരുന്നതുവരെ ആ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ മറക്കരുത്. കുന്നിൻ ചുവട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനോഹരമായ കാഴ്ച കാണാം. ശാസ്ത്രത്തിന് പോലും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒന്നാണിത്. ഇതാണ് കൃഷ്ണന്റെ ബട്ടർ ബോൾ. ഏകദേശം 250 ടൺ ഭാരമുള്ള ഈ ഭീമൻ കരിങ്കൽ പാറ വഴുക്കലുള്ള ഒരു ചരിവിൽ വീഴാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ ശരിക്കും അമ്പരന്ന് പോകും. പഴയ കാലത്ത് തമിഴ് ജനത ഇതിനെ വാനിറൈക്കൽ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ആകാശ ദൈവത്തിന്റെ കല്ല്. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീണ ഒരു വിശുദ്ധ വസ്തുവായിട്ടാണ് അവർ ഇതിനെ കണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ കഥകൾ പ്രകാരം കുസൃതി കണ്ണനായ ശ്രീകൃഷ്ണൻ താഴെയിട്ട ഒരു വെണ്ണയുണ്ടയാണ് ഇത് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇതിനെ കൃഷ്ണന്റെ ബട്ടർ ബോൾ എന്ന് വിളിക്കുന്നത്. ഈ ബാലൻസിങ്ങിന് പിന്നിലെ രഹസ്യം ഇന്നും വലിയ അത്ഭുതം തന്നെയാണ്. 7-ാം നൂറ്റാണ്ടിലെ പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ ഒന്നാമൻ ഈ പാറ മാറ്റാൻ പല വഴികളും നോക്കിയിരുന്നു. പക്ഷേ അത് ഈ സ്ഥലത്ത് നിന്ന് ഒന്ന് അനക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ആർതർ ഹാവ്ലോക്കും ഇത് നീക്കാൻ ശ്രമിച്ചിരുന്നു. 7 ആനകളെ ഉപയോഗിച്ചാണ് അദ്ദേഹം അന്ന് ഈ പാറ വലിച്ചു മാറ്റാൻ നോക്കിയത്. എന്നിട്ടും ഈ കല്ല് അവിടെ തന്നെ ഉറച്ചു നിന്നു. പ്രകൃതിയിലെ മാറ്റങ്ങൾ കൊണ്ടുണ്ടായതാണോ അതോ ഗുരുത്വാകർഷണത്തിന്റെ എന്തെങ്കിലും രഹസ്യമാണോ ഇതിന് പിന്നിലെന്ന് ആർക്കും അറിയില്ല. എങ്കിലും വീഴാതെ നിൽക്കുന്ന ഈ അത്ഭുതക്കല്ല് ഇന്നും മഹാബലിപുരത്തെ വലിയൊരു പ്രഹേളികയായി തുടരുന്നു. കൃഷ്ണന്റെ ബട്ടർ ബോളിൽ നിന്ന് കുറച്ചു ദൂരം കൂടി വലതുവശത്തേക്ക് നടന്നാൽ പല്ലവ രാജാക്കന്മാരുടെ മറ്റൊരു അത്ഭുത നിർമ്മിതി നമുക്ക് കാണാൻ കഴിയും. ത്രിമൂർത്തി ഗുഹാക്ഷേത്രം. പാറ തുരന്ന് നിർമ്മിച്ച ഈ ക്ഷേത്രം ഹിന്ദു പുരാണങ്ങളിലെ ത്രിമൂർത്തികൾക്കായി ഉള്ളതാണ്. അതായത് ലോകത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ കാര്യങ്ങൾ ചെയ്യുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിവർക്കായി സമർപ്പിച്ചതാണ് ഈ ഗുഹാക്ഷേത്രം. പ്രവേശന കവാടത്തിൽ തന്നെ ദുർഗാദേവിയുടെ അതിമനോഹരമായ ശില്പം നമുക്ക് കാണാം. കരുത്തും സൗന്ദര്യവും ഒരേപോലെ തുളുമ്പുന്ന ഒരു രൂപമാണിത്. ഈ ഗുഹാക്ഷേത്രം കരിങ്കൽ കുന്നിന്റെ വശങ്ങൾ തുറന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ 3 പ്രത്യേക ഗുഹകളുമുണ്ട്. ഹിന്ദു വിശ്വാസത്തിലെ പ്രധാന ദേവന്മാരായ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവർക്കായി ഓരോ ഗുഹകളും പ്രത്യേകമായി നിർമ്മിച്ചിരിക്കുന്നു. ഓരോ ഗുഹാക്ഷേത്രത്തിന്റെയും മുന്നിലായി ദ്വാരപാലകരുടെ ശില്പങ്ങൾ നിൽക്കുന്നത് കാണാം. ക്ഷേത്രത്തിനുള്ളിലെ പവിത്രമായ ഇടത്തെ കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരായാണ് ഈ ദ്വാരപാലകരെ ഹിന്ദു വിശ്വാസം കണക്കാക്കുന്നത്. ഈ ചരിവുകളിലൂടെ നടക്കുമ്പോൾ ആനകളും മയിലുകളും കുരങ്ങന്മാരുമെല്ലാം കല്ലിൽ തെളിഞ്ഞു വരുന്നത് കാണാം. കരിങ്കൽ പാറകളിൽ കൊത്തിയെടുത്ത ഈ ശില്പങ്ങൾ കാണുമ്പോൾ ആ കുന്നിന് തന്നെ
ഒരു ജീവൻ വെച്ചതുപോലെ നമുക്ക് തോന്നും. ഈ ഗുഹയുടെ തൊട്ടു മുന്നിലായി ഒരു വലിയ പാറയിൽ കൊത്തിയെടുത്ത വിചിത്രമായ ഒരു വട്ടത്തിലുള്ള ഘടന കാണാം. നാട്ടുകാർ ഇതിനെ ഗോപീസ് ചരൺ എന്നാണ് വിളിക്കുന്നത്. നല്ല വൃത്തിയിൽ കൊത്തിയെടുത്ത ഈ വലിയ കൽപാത്രം മഴക്കാലത്ത് വെള്ളം ശേഖരിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ഗോപീസ് ചരൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശ്രീകൃഷ്ണന്റെയും ഗോപികമാരുടെയും മനോഹരമായ കഥകളാണ്. വൃന്ദാവനത്തിലെ ഇടയ കന്യകമാരായ ഗോപികമാർ വലിയ പാത്രങ്ങളിൽ ഒത്തുചേർന്ന് വെണ്ണ കടയുന്ന ആ പാത്രത്തിന്റെ പഴയകാല ദൃശ്യങ്ങളെയാണ് ഈ പേര് ഓർമ്മിപ്പിക്കുന്നത്. ബട്ടർ ബോളിന്റെ ഇടതുഭാഗത്തേക്ക് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഗണേശരഥമാണ്. ഒരൊറ്റ പാറയിൽ കൊത്തിയെടുത്ത ഈ വലിയ രഥത്തിന് ഏകദേശം 28 അടി ഉയരമുണ്ട്. പഴയകാല രേഖകൾ പ്രകാരം ഇതൊരു ശിവക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗർഭഗൃഹത്തിന് മുന്നിലായി ഒരു നന്ദിയുടെ ശില്പവും അന്നുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ അവയെല്ലാം അവിടെ നിന്ന് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. പിന്നീട് നാട്ടുകാർ അവിടെ ഒരു ഗണപതി വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഗണേശരഥം എന്ന പേര് വന്നത്. മഹാബലിപുരത്തെ ഒരൊറ്റപ്പാഴൽ കൊത്തിയെടുത്ത പല രഥങ്ങളിൽ വെച്ച് ഇന്നും പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്ന ഒന്ന് ഇത് മാത്രമാണ്. മാത്രമല്ല, ഈ ഗുഹാക്ഷേത്ര നിർമ്മിതികളിൽ ഇന്നും നിത്യപൂജ നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രവും ഈ ഗണേശരഥമാണ്. കാലങ്ങൾ പഴക്കമുണ്ടെങ്കിലും ഇവിടെ ഇന്നും പൂജകൾ നടക്കുന്നു. ക്ഷേത്രത്തിനുള്ളിലെ പ്രതിഷ്ഠ പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് മാറിയെങ്കിലും. പണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികളും സഞ്ചാരികളും വന്നുപോയിരുന്ന ഒരു വലിയ തുറമുഖമായിരുന്നു മഹാബലിപുരം. പല നാടുകളിൽ നിന്നുള്ളവർ ഇവിടെ എത്തിയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിർമ്മാണ രീതികളിൽ പല രാജ്യങ്ങളിലെയും ശൈലികൾ കലർന്നിട്ടുണ്ട് എന്ന് ചിലർ കരുതുന്നു. ഈ ക്ഷേത്രത്തിന്റെ തന്നെ ഓരോ ഭാഗവും പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും. താഴെ ഭാഗത്തുള്ള തൂണുകൾ പണ്ടത്തെ റോമൻ ശൈലിയിലുള്ള തൂണുകൾ പോലെയാണ്. എന്നാൽ നടുഭാഗം നോക്കിയാൽ അത് നമ്മുടെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളുടെ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലെ ഭാഗം ബുദ്ധമതക്കാരുടെ സ്തൂപങ്ങളോട് സാമ്യമുള്ള ഒരു കുംഭഗോപുരം പോലെയും തോന്നും. പ്രവേശന കവാടത്തിന് കാവലായി നിൽക്കുന്നത് പല്ലവ രാജവംശത്തിന്റെ രാജകീയ ചിഹ്നമായ സിംഹത്തൂണുകളാണ്. ഈ കുന്നുകളെ ഒരു വലിയ ചരിത്രമായി മാറ്റിയെടുത്ത രാജാക്കന്മാരുടെ കരുത്തിന്റെയും അധികാരത്തിന്റെയും അടയാളമാണ് ഈ സിംഹരൂപങ്ങൾ. ഗണേശരഥത്തിലെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് വരാഹ ഗുഹയിലേക്കാണ്. അവിടെ ആ കുന്നിൻ ചെരുവ് തന്നെ ഒരു വലിയ ചിത്രത്തിന്റെ ക്യാൻവാസായി മാറുന്നത് നമുക്ക് കാണാം. ഈ കുന്നിന്റെ ഹൃദയഭാഗത്ത് ആ കരിങ്കൽ പാറയ്ക്കുള്ളിലായാണ് വരാഹ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല്ലവ രാജവംശത്തിന്റെ ഏറ്റവും മികച്ച ശില്പകലകളിൽ ചിലത് നമുക്കവിടെ കാണാൻ കഴിയും. ഇവിടെ കല്ലുകളിൽ ദൈവങ്ങളെ കൊത്തിവെക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, പകരം മനുഷ്യന്റെ ആഴത്തിലുള്ള വികാരങ്ങൾ പോലും ആ ശില്പങ്ങളിൽ വളരെ മനോഹരമായി പകർത്തിയിട്ടുണ്ട്. ഈ ഗുഹാക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച മഹാവിഷ്ണു വരാഹമൂർത്തിയായി അവതരിച്ച് ഭൂമിദേവിയെ രക്ഷിക്കുന്ന ആവേശകരമായ ആ ദൃശ്യമാണ്. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവന്നതായാണ്. ഈ ശില്പത്തിന്റെ ഭംഗിയൊന്നു നോക്കൂ. വരാഹമൂർത്തി തന്റെ സർവശക്തിയോടെയും നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പാദങ്ങൾ നാഗരാജാവായ ആദിശേഷനെ അമർത്തിപ്പിടിച്ചിരിക്കുന്നു. എങ്കിലും ഈ ശില്പത്തിൽ വലിയൊരു സ്നേഹവും കരുണയും നമുക്ക് കാണാൻ കഴിയും. ഭൂമിദേവി വരാഹമൂർത്തിയുടെ മടിയിൽ വളരെ ശാന്തയായിരിക്കുന്നു. തന്നെ രക്ഷിച്ചവനെ ആശ്വാസത്തോടെ നോക്കുന്ന ആ ഭാവം ഒന്ന് ശ്രദ്ധിക്കൂ. ആ നിമിഷത്തിൽ ദൈവം വെറുമൊരു പോരാളി മാത്രമല്ല, മറിച്ച് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കരുണാമയൻ കൂടിയാണെന്ന് ഈ ശില്പം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തുള്ള ചുവരുകളിലേക്ക് നോക്കുമ്പോൾ കാഴ്ചയുടെ ഭാവം മാറുന്നതും നമുക്ക് കാണാം. അവിടെ ഐശ്വര്യത്തിന്റെ ദേവിയായ ഗജലക്ഷ്മി ഒരു താമരപ്പൂവിൽ ഇരിക്കുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 2 വലിയ ആനകൾ ദേവിയുടെ ഇരുവശത്തു നിന്നും വിശുദ്ധമായ വെള്ളമൊഴിച്ച് അഭിഷേകം നടത്തുന്ന ആ ദൃശ്യം വളരെ മനോഹരമാണ്. ശുദ്ധീകരണത്തിന്റെയും രാജകീയ അനുഗ്രഹത്തിന്റെയും ഒരു വിശുദ്ധ ചടങ്ങായിട്ടാണ് ഈ ശില്പത്തെ കാണുന്നത്. അടുത്തുള്ള ദുർഗാദേവിയുടെ ശില്പവുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. സാധാരണയായി ദേവിയെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന രൂപത്തിലാണ് കാണാറുള്ളത്. എന്നാൽ പല്ലവ ശില്പികൾ
ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധം ജയിച്ചു നിൽക്കുന്ന ദേവിയുടെ ശാന്തമായ ഭാവമാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ചെറിയ അത്ഭുതം അവിടെ കാണാം. ദേവിയുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ കൽക്കിളി യുദ്ധം ജയിച്ചു നിൽക്കുന്ന ഒരു വീരനായികയുടെ കർക്കശമായ രൂപത്തിന് ഈ കൊച്ചുപക്ഷി വലിയൊരു സൗമ്യത നൽകുന്നുണ്ട്. വിജയത്തിന്റെ ദേവിയെ പ്രകൃതിയുടെ കനിവുള്ള ഭാവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ സൂത്രമാണിത്. ശില്പികൾ ആ കല്ലിലൂടെ പറയാൻ ശ്രമിച്ച കഥയുടെ വ്യാപ്തി, അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് ഈ ത്രിവിക്രമന്റെ ശില്പത്തിലാണ്. നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിന്റെ ഭാഗമായി വാമനൻ എന്ന കുറിയ ബ്രാഹ്മണൻ മഹാബലി ചക്രവർത്തിയോട് വെറും 3 അടി മണ്ണ് ചോദിച്ച കഥ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ വാമനൻ തന്റെ വിശ്വരൂപം പ്രാപിക്കുന്ന നിമിഷമാണ് ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഈ ശില്പം ശ്രദ്ധിച്ചൊന്നു നോക്കൂ. ഭഗവാന്റെ ഒരു പാദം ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നു, മറ്റേ പാദം ആകാശത്തിന്റെ അങ്ങേയറ്റം വരെ ഉയർന്നു നിൽക്കുകയാണ്. ഒറ്റയടിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ അളന്നെടുക്കുന്ന ആ വിശ്വരൂപത്തെ എത്ര അത്ഭുതകരമായിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. താഴെ തന്റെ തെറ്റു മനസ്സിലാക്കി നിൽക്കുന്ന മഹാബലി ചക്രവർത്തിയെയും നമുക്ക് കാണാം. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെതാണെന്നും രാജാക്കന്മാരുടെ അഹങ്കാരത്തിന് അവിടെ സ്ഥാനമില്ലെന്നുമുള്ള വലിയൊരു സത്യമാണ് ഈ ശില്പം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 1300 വർഷം പഴക്കമുള്ള ശില്പങ്ങളെ ഇത്രയധികം ശ്രദ്ധേയമാക്കുന്നത് അവയിൽ തുടിക്കുന്ന ജീവസുറ്റ ഭാവങ്ങളാണ്. ഓരോ രൂപവും ജീവനുള്ളതാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ ശില്പങ്ങളുടെ മുഖഭാവങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ്റേതുപോലെ സ്വാഭാവികമാണ്. ഈ ശില്പങ്ങളിലൂടെ അവർ പറയുന്ന കഥകൾക്ക് കാലം എത്ര കഴിഞ്ഞാലും ഒട്ടും പഴക്കം തട്ടില്ല. മാമല്ലപുരത്തെ ആ പഴയ കലാകാരന്മാർ വെറും കരിങ്കൽ പാറകളെ കഥകൾ പറയുന്ന ജീവനുള്ള രൂപങ്ങളാക്കി മാറ്റുകയായിരുന്നു. നൂറ്റാണ്ടുകളായി വീശടിക്കുന്ന കടൽക്കാറ്റും ഉപ്പുകാറ്റും ഏറ്റിട്ടും ആ ശില്പഭംഗി ഇന്നും ഒട്ടും മങ്ങാതെ നിലനിൽക്കുന്നു. നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് തുടരുമ്പോൾ പകുതി വഴിയിൽ തടസ്സപ്പെട്ടു പോയെങ്കിലും പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു ഗോപുരം നമുക്ക് കാണാം. ഇതാണ് രായർ ഗോപുരം. പണി പൂർത്തിയായിട്ടില്ലെങ്കിലും ഈ ഗോപുരത്തിന്റെ ഭീമാകാരമായ കരിങ്കൽ തൂണുകൾ ആരെയും ഒന്ന് അത്ഭുതപ്പെടുത്തും. മറ്റൊരു രസകരമായ കാര്യം ഇതിന്റെ ചരിത്രമാണ്. പല്ലവ രാജാക്കന്മാർ ഇവിടെ നിർമ്മാണങ്ങൾ തുടങ്ങി ഏകദേശം 8 നൂറ്റാണ്ടുകൾക്ക് ശേഷം വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്താണ് ഈ ഗോപുരം പണിതിരിക്കുന്നത്. പണി തീരാത്ത ഈ രൂപത്തിൽ പോലും രായർ എന്ന പേര് നമുക്കൊരു കാര്യം ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. പല്ലവ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകളോളം മഹാബലിപുരം രാജകീയ പ്രതാപത്തോടെ തന്നെ നിലനിന്നിരുന്നു എന്ന്. ഈ ഗോപുരത്തിലെ തൂണുകളിൽ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളായ ദശാവതാരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇതിൽ ചില ശില്പങ്ങളുടെ മുഖഭാഗങ്ങൾ തകർക്കപ്പെട്ട നിലയിലാണ്. യുദ്ധങ്ങളും ആക്രമണങ്ങളും കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണം ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു. അടുത്തതായി നാം കാണുന്നത് പാറയിൽ കൊത്തിവെച്ച പാണ്ഡവ പത്നിയായ ദ്രൗപദിയുടെ കുളമാണ്. പുരാണത്തിലെ ദ്രൗപദി രാജ്ഞിയുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ ചരിത്രപരമായ തെളിവുകളൊന്നുമില്ലെങ്കിലും പുരാതന കാലത്തെ എഞ്ചിനീയറിംഗ് മികവിന്റെ ഒരു വലിയ ഉദാഹരണമാണിത്. ഈ കുളത്തിന് ഡി ആകൃതിയിലുള്ള ഒരു പ്രത്യേക ഘടനയാണുള്ളത്. കുന്നിൻ ചെരുവിലൂടെ ഒഴുകി വരുന്ന മഴവെള്ളം ശേഖരിച്ചു നിർത്താൻ പാകത്തിൽ കരിങ്കൽ പാറയിൽ വളരെ കൃത്യമായിട്ടാണ് ഇത് കൊത്തിയെടുത്തിരിക്കുന്നത്. പ്രകൃതിദത്തമായ ഈ കുന്നിനെ എങ്ങനെ ഒരു പുണ്യസ്ഥലമായും അതേസമയം തന്നെ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരിടമായും മാറ്റിയെടുക്കാമെന്നതിന് പല്ലവ ശില്പികളുടെ ഈ നിർമ്മാണം ഒരു മികച്ച ഉദാഹരണമാണ്. ദ്രൗപദി രാജ്ഞിയുടെ യഥാർത്ഥ കുളമായിരുന്നു ഇതെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും അത്. ചുറ്റുമുള്ള ചരിത്രത്തോളം തന്നെ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു രാജകീയ സ്നാനം. ഈ കുളത്തിന് തൊട്ടടുത്തായി യുധിഷ്ഠിരന്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന പാറയിൽ കൊത്തിയെടുത്ത ഒരു ഇരിപ്പിടം കൂടി കാണാം. ചരിത്രപരമായ തെളിവുകളെക്കാൾ പുരാണ കഥകളുമായാണ് ഇതിന് കൂടുതൽ ബന്ധം. ഇതിന്റെ കൃത്യമായ ഉപയോഗം എന്താണെന്ന് ഇന്നും നിശ്ചയമില്ലെങ്കിലും മഹാബലിപുരത്തെ ഈ കുന്നിൻപുറങ്ങൾക്ക് മിത്തുകളുടെയും ഭാവനകളുടെയും മറ്റൊരു മനോഹരമായ തലം കൂടി ഇത് നൽകുന്നുണ്ട്. രായർ ഗോപുരത്തിന്റെ പിന്നിലൂടെ വീണ്ടും നടന്നു നീങ്ങുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിലൊന്നിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. കുന്നിൻ ചെരുവിൽ തുറസായ സ്ഥലത്ത് കൊത്തിയെടുത്ത ഈ ഭീമാകാരമായ ശില്പവിസ്മയം ഗംഗാ അവതരണം അല്ലെങ്കിൽ അർജുന തപസ് എന്നറിയപ്പെടുന്നു. ഏകദേശം 29 മീറ്റർ നീളമുള്ള 7-ാം നൂറ്റാണ്ടിലെ ഈ അത്ഭുത നിർമ്മിതിയിൽ പാറയുടെ നടുവിലുള്ള സ്വാഭാവികമായ വിള്ളലിനെ സ്വർഗത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പുണ്യനദിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മഴക്കാലത്ത് ഈ വിള്ളലിലൂടെ യഥാർത്ഥത്തിൽ മഴവെള്ളം കുത്തിയൊഴുകുമായിരുന്നു. ആ നിമിഷം ഈ കരിങ്കൽ ശില്പം ജീവൻ തുടിക്കുന്ന
ഒരു മനോഹരമായ ദൃശ്യമായി മാറും. ശിവഭഗവാന് സമീപം ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്ന ആ രൂപത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. കഠിനമായ വ്രതാനുഷ്ഠാനം കൊണ്ട് ശരീരം മെലിഞ്ഞ് വാരിയെല്ലുകൾ പോലും തെളിഞ്ഞു കാണാം. എത്ര മനോഹരമായാണ് അത് ആ പാറയിൽ കുത്തിയെടുത്തിരിക്കുന്നത്. ഇത് തൻ്റെ പൂർവികരുടെ പാപമുക്തിക്കായി ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുന്ന ഭഗീരഥനാണോ, അതോ ദിവ്യമായ പാശുപതാസ്ത്രത്തിനായി ശിവനെ തപസ് ചെയ്യുന്ന അർജുനനാണോ? രണ്ടു തരത്തിലുമുള്ള ഐതിഹ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ ഗംഗാ അവതരണമെന്നും അർജുന തപസ്സെന്നും അറിയപ്പെടുന്നത്. നമ്മൾ എത്രത്തോളം സൂക്ഷിച്ചു നോക്കുന്നുവോ അത്രത്തോളം അത്ഭുതങ്ങൾ ഈ കൽച്ചിത്രം നമുക്ക് മുമ്പിൽ തുറന്നു തരും. മനുഷ്യരും മൃഗങ്ങളും ദേവതകളും ഒത്തുചേരുന്ന കല്ലിൽ തീർത്ത ഒരു വലിയ ലോകം തന്നെയാണിത്. ഈ വലിയ ശില്പത്തോട് ചേർന്ന് തന്നെ പാണ്ഡവ മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ പണിയും പൂർണ്ണമായി തീർന്നിട്ടില്ലെങ്കിലും ഇതിന്റെ വ്യാപ്തിയും ഉള്ളിലെ വിശാലതയും നമ്മെ അത്ഭുതപ്പെടുത്തും. യഥാർത്ഥത്തിൽ ചരിത്രം നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് അണിതീരാത്ത ഈ ഗുഹകൾ. ഒരു വലിയ ശില്പം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നതിന്റെ രഹസ്യങ്ങൾ ഈ കല്ലുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കാലം മരവിപ്പിച്ച് നിർത്തിയ ഒരു നിർമ്മാണശാല പോലെയാണിത്. പാറയിൽ നിന്ന് എങ്ങനെയാണ് ശില്പികൾ ആ ഭീമാകാരമായ വ്യാളികളെയും സിംഹത്തൂണുകളെയും പടിപടിയായി കുത്തിയെടുത്തതെന്ന് നമുക്കിവിടെ നേരിട്ട് കാണാം. പരുക്കനായ ഒരു കരിങ്കൽ പാറ എങ്ങനെയാണ് മനോഹരമായ ഒരു ശില്പമായി മാറുന്നതെന്നതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ കാഴ്ച കൂടിയാണിത്. ഈ കുന്നിനെ ഒരു അത്ഭുതമാക്കി മാറ്റിയ ആ കൈകളുടെ സ്പർശനം ഇന്നും ഈ കല്ലുകളിൽ നമുക്ക് നേരിട്ട് തൊട്ട് അനുഭവിക്കാനാകും. നമ്മുടെ യാത്ര വീണ്ടും തുടരുമ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കൃഷ്ണമണ്ഡപത്തിലാണ്. പുരാതന കാലത്തെ ഗ്രാമീണ ജീവിതത്തിന്റെ തുടിപ്പുകൾ അത്രമേൽ മനോഹരമായി ഈ ഗുഹാക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന ശില്പം ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റേതാണ്. ദേവേന്ദ്രനുണ്ടാക്കിയ കഠിനമായ പേമാരിൽ നിന്നും കാറ്റിൽ നിന്നും തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് ആ വലിയ മല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കഥയാണിത്. എന്നാൽ ഈ ശില്പത്തിന്റെ മറ്റൊരു പ്രത്യേകത അതിനു ചുറ്റുമുള്ള ഗ്രാമീണ കാഴ്ചകളാണ്. പശുക്കൾ, ഗോപാലന്മാർ, തലയിൽ കുളങ്ങളുമായി പോകുന്ന സ്ത്രീകൾ, കൃഷ്ണന്റെ സംരക്ഷണയിൽ ഭയമില്ലാതെ തങ്ങളുടെ നിത്യജീവിതം തുടരുന്ന ഒരു ഗ്രാമത്തെ തന്നെ നമുക്കിവിടെ കാണാം. ഈ ശില്പങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഓരോ സിംഹരൂപങ്ങളും ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണെന്ന് കൂടി നമുക്ക് കാണാം. ചില സിംഹങ്ങളുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ അവയ്ക്ക് മനുഷ്യരെ പോലെ സമാനമായ വികാരങ്ങളുണ്ട് എന്ന് തോന്നിപ്പോകും. പല്ലവ ശില്പികളുടെ ഭാവനയും ഓരോ കലാകാരന്റെയും തനതായ ശൈലിയുമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. സിംഹങ്ങളുടെ ആ സവിശേഷമായ ഭാവങ്ങൾ മുതൽ മനോഹരമായ കഥാസന്ദർഭങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന കൃഷ്ണമണ്ഡപം പല്ലവ കലാവൈഭവത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അടുത്തതായി നമ്മൾ എത്തിച്ചേരുന്നത് മഹിഷാസുരമർദിനി ഗുഹയിലേക്കാണ്. പല്ലവ കാലഘട്ടത്തിലെ ദർശനങ്ങളെയും വിശ്വാസങ്ങളെയും ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരിടമാണിത്. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ വ്യത്യസ്ത ശൈലികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അത്ഭുത സംഗമ സ്ഥലമാണ് ഈ മണ്ഡപം എന്ന് പറയാം. ഈ ഗുഹയുടെ മുൻഭാഗത്തെ കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള കമാനങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. പുരാതന ബുദ്ധമത പ്രാർത്ഥനാശാലകളുടെ സ്വാധീനം വ്യക്തമായി കാണാം. ആ ശൈലിയെ ദ്രാവിഡ വാസ്തുവിദ്യയുമായി എത്രത്തോളം തന്മയത്വത്തോടെയാണ് പല്ലവ ശില്പികൾ ഇവിടെ കൂട്ടിയിണക്കിയിരിക്കുന്നത്. ഈ ഗുഹയ്ക്കുള്ളിലെ പ്രധാന പ്രതിഷ്ഠ സോമസ്കന്ദന്റെ അതിമനോഹരമായ ഒരു ശില്പമാണ്. ഭഗവാൻ പരമശിവൻ തന്റെ പത്നിയായ പാർവതിയോടും പുത്രനായ കാർത്തികേയനോടുമൊപ്പം ശാന്തനായിരിക്കുന്ന ഒരു ദൃശ്യമാണിത്. അവർക്ക് പിന്നിലായി ബ്രഹ്മാവ്, വിഷ്ണു, സൂര്യൻ തുടങ്ങി പ്രമുഖരായ മറ്റ് ദേവതകൾ നിൽക്കുന്നതും നമുക്ക് കാണാം. കുടുംബസമേതമുള്ള ഈ മനോഹരമായ ശില്പം കാണുമ്പോൾ പല സഞ്ചാരികളും ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്: ഗണപതിയുടെ അഭാവം. ഈ ശില്പത്തിൽ ഭഗവാൻ ഗണപതിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് കൗതുകകരമായ ഒരു വസ്തുതയാണ്. എങ്കിലും ഈ ഗുഹയുടെ യഥാർത്ഥ പ്രത്യേകത അതിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭീമാകാരമായ രണ്ട് ശില്പങ്ങൾ തമ്മിലുള്ള പ്രകടമായ വ്യത്യാസമാണ്. ഒരു വശത്ത് മഹിഷാസുരനെ വധിക്കുന്ന ദുർഗാദേവിയുടെ ആവേശകരമായ യുദ്ധരംഗം. തന്റെ സിംഹവാഹനത്തിലേറി പോരാളികളും അസുരന്മാരും നിറഞ്ഞ യുദ്ധകളത്തിലേക്ക് ദേവി ഭയമില്ലാതെ കുതിച്ചു ചെല്ലുന്ന ദൃശ്യം എത്ര ഭയങ്കരമാണ്! ചലനാത്മകമായ ഈ ശില്പം തിന്മയുടെ നിഗ്രഹത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത്. എന്നാൽ അതിന് വിപരീത വശത്തുള്ള ചുമരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവിടെ അന്തരീക്ഷം പെട്ടെന്ന് മാറുന്നു. ആദിശേഷൻ എന്ന സർപ്പത്തിന്മേൽ അനന്തശയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഷ്ണു ഭഗവാനെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വിഷ്ണുവിന്റെ ആയുധങ്ങളുടെ മാനുഷിക രൂപങ്ങളും ശാന്തമായ അനുചരന്മാരും അദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. പ്രപഞ്ചത്തിന്റെ നിശബ്ദമായ പരിപാലനത്തെയാണ് വിഷ്ണുവിന്റെ ഈ രൂപം പ്രതിനിധീകരിക്കുന്നത്. ഒരേ ഗുഹയ്ക്കുള്ളിൽ തന്നെ ഒരു വശത്ത് യുദ്ധത്തിന്റെ രൗദ്രഭാവവും മറുവശത്ത് യോഗനിദ്രയുടെ അങ്ങേയറ്റത്തെ ശാന്തിയും. ഈ വൈരുദ്ധ്യമാണ് പല്ലവ ശില്പകലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ രണ്ട് ശില്പങ്ങളും ചേർന്ന്
ഹിന്ദു ദർശനത്തിലെ വളരെ ആഴമേറിയ ഒരു തത്വം കൂടിയാണ് നമുക്ക് മുമ്പിൽ വിവരിക്കുന്നത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ രണ്ട് വിപരീത ശക്തികളുടെ സന്തുലിതാവസ്ഥയിലാണ്. ഒരു വശത്ത് തിന്മയെയും അരാജകത്വത്തെയും നശിപ്പിക്കുന്ന ചടുലമായ ശക്തിയും, മറുവശത്ത് ശാന്തമായ പരിപാലനവും. ഒരേ ഒരു പുണ്യസ്ഥലത്തിനുള്ളിൽ തന്നെ ശൈവ, വൈഷ്ണവ, ശാക്തേയ വിശ്വാസധാരകളെ ഒരുമിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പൂർണ്ണമായ കഥ പറയുകയാണ് ഈ ഗുഹയിലൂടെ പല്ലവ ശില്പികൾ ചെയ്തിരിക്കുന്നത്. ഗുഹകളിൽ നിന്ന് കരിങ്കൽ ചരിവിലൂടെയുള്ള ചെറിയൊരു കയറ്റം നമ്മെ എത്തിക്കുന്നത് ഈ നഗരത്തിന്റെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ്. അതാണ് ഒളകണ്ണേശ്വര ക്ഷേത്രം. ഈ കുന്നിന്റെ ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ നിർമ്മിതി 8-ാം നൂറ്റാണ്ടിലെ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ രണ്ടാമൻ്റേതാണ്. പഴയ ലൈറ്റ് ഹൗസ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ആധുനിക നാവിക സംവിധാനങ്ങൾ വരുന്നതിനും എത്രയോ മുമ്പ് ബംഗാൾ ഉൾക്കടലിലെ അപകടം പിടിച്ച തിരമാലകൾക്കിടയിലൂടെ വരുന്ന കപ്പലുകൾക്ക് വഴികാട്ടാൻ ഈ ക്ഷേത്രത്തിന് മുകളിൽ വലിയ തീക്കുണ്ടങ്ങൾ തെളിയിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. നൂറ്റാണ്ടുകളോളം ഇതിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. 19-ാം നൂറ്റാണ്ട് വരെ ബ്രിട്ടീഷുകാരും ഇതിനെ ഒരു വഴികാട്ടിയായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കാലപ്പഴക്കം കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രതാപം അല്പം മങ്ങിയിട്ടുണ്ടെങ്കിലും ഉള്ളിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം ചരിത്രത്തിന്റെ ഏടുകളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പുറം ചുവരുകൾ ഇന്നും പഴയ കഥകൾ നമ്മളോട് മന്ത്രിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ തെക്കേ ചുവരിൽ ദക്ഷിണാമൂർത്തിയായി ശിവഭഗവാൻ ഇരിക്കുന്നതും നമുക്ക് കാണാം. മൗനത്തിലൂടെ ജ്ഞാനം പകർന്നു നൽകുന്ന ഗുരുവിന്റെ രൂപമാണത്. പടിഞ്ഞാറ് വശത്തേക്ക് നോക്കിയാൽ കൈലാസപർവ്വതം ഉയർത്താൻ ശ്രമിക്കുന്ന രാവണന്റെ ശില്പവും കാണാം. ഒടുവിൽ ശിവൻ തന്റെ കാൽവിരൽ കൊണ്ട് പർവ്വതത്തെ അമർത്തിയപ്പോൾ രാവണന്റെ അഹങ്കാരം തകരുന്ന ആ നിമിഷം എത്ര മനോഹരമായാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഈ ശൂന്യമായ ശ്രീകോവിൽ നിന്ന് കടൽത്തീരത്തേക്ക് നോക്കുമ്പോൾ പഴയ കാലത്തെ ഒരു നാവിക ലോകമാണ് നമുക്ക് മുമ്പിൽ തെളിയുന്നത്. ഈ തീരപ്രദേശമായിരുന്നു ഒരു കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു സംഗമഭൂമി. കുന്നിറങ്ങി താഴെ മണൽപ്പരപ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ പിന്നെ കടക്കുന്നത് പല്ലവ വാസ്തുവിദ്യയുടെ ഒരു പരീക്ഷണശാല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പഞ്ചരഥങ്ങളിലേക്കാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഈ സമുച്ചയത്തിൽ 5 ഏകശിലാക്ഷേത്രങ്ങളാണുള്ളത്. പിങ്ക് നിറത്തിലുള്ള ഓരോ കൂറ്റൻ കരിങ്കൽ പാറകളിൽ നിന്നും നേരിട്ടാണ് ഇത് കൊത്തിയെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സ്മാരകങ്ങൾ ഇന്നും പൂർണ്ണമായി പണിതീരാത്ത അവസ്ഥയിലാണ്. ഈ മഹാബലിപുരത്തെ മൊത്തമായി ഒരു വലിയ ശില്പകലയുടെ അത്ഭുത ഭൂമിയാക്കി മാറ്റാൻ ദീർഘവീക്ഷണത്തോടെ പരിശ്രമിച്ചിരുന്ന പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് വന്നവർ അത് പൂർത്തിയാക്കാൻ ശ്രമിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുണ്യസ്ഥലം സന്ദർശിക്കുന്നത് വാസ്തുവിദ്യയുടെ ഒരു സ്കെച്ച് ബുക്കിലൂടെ കണ്ണോടിക്കുന്നത് പോലെയാണ്. അറ്റത്ത് ഏറ്റവും ഉയരത്തിലും പകട്ടിലും നിൽക്കുന്നത് യുധിഷ്ഠിരനുമായി ബന്ധപ്പെട്ട ധർമ്മരാജരഥമാണ്. 5 രഥങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് ഇതാണ്. 3 തട്ടുകളിലായി മുകളിലേക്ക് പിരമിഡ് രൂപത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇതിന്റെ ഘടന പിൽക്കാലത്ത് ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളെ അടയാളപ്പെടുത്തുന്ന ദ്രാവിഡ വിമാന ശൈലിയുടെ ഏറ്റവും ആദ്യത്തെ പൂർണ്ണ രൂപങ്ങളിൽ ഒന്നാണ്. തൊട്ടടുത്തായി കാണുന്നത് ഭീമന്റെ രഥമാണ്. സാധാരണ കാണുന്ന ഗോപുര ശൈലിയിൽ നിന്ന് മാറി നീളത്തിലുള്ള ഒരു ചതുരാകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തൂണുകൾ നിറഞ്ഞ ഹാളും ഉരുണ്ട ആകൃതിയിലുള്ള മേൽക്കൂരയും പല്ലവ ശില്പികൾ വാസ്തുവിദ്യയിൽ നടത്തിയ പുതിയ പരീക്ഷണങ്ങളുടെ തെളിവ് കൂടിയാണ്. അടുത്തതായി കാണുന്നത് അർജുന രഥമാണ്. 2 നിലകളിലായി നിർമ്മിച്ച ഈ ചെറിയ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ദേവീദേവന്മാരുടെയും പുരാണ കഥകളുടെയും അതിമനോഹരമായ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നിലായി എപ്പോഴും കാവൽ നിൽക്കുന്ന ഭാവത്തിൽ നന്ദികേശന്റെ ഒരു വലിയ ശില്പവും നമുക്ക് കാണാം. അർജുന രഥം നിൽക്കുന്ന അതേ തറയിൽ തന്നെയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ രഥമായ ദ്രൗപദി രഥവും സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമങ്ങളിലെ സാധാരണ വൈക്കോൽ പുരകളുടെ ആകൃതിയിലാണ് ദ്രൗപദി രഥം നിർമ്മിച്ചിരിക്കുന്നത്. ലളിതമായ കുടിലുകളിൽ നിന്ന് എങ്ങനെയാണ് പിൽക്കാലത്തെ ഗംഭീരമായ ക്ഷേത്ര വാസ്തുവിദ്യ വളർന്നു വന്നത് എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ കൊച്ചു ദ്രൗപദി രഥം. അവസാനമായി നമ്മൾ എത്തിച്ചേരുന്നത് നകുല സഹദേവ രഥത്തിന് മുന്നിലാണ്. മറ്റു രഥങ്ങളിൽ നിന്നും മാറി അല്പം വശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഈ രഥത്തിന്റെ തൊട്ടടുത്ത് തന്നെ കരിങ്കലിൽ കൊത്തിയെടുത്ത അതിമനോഹരമായ ഒരു ആനയുടെ ശില്പവുമുണ്ട്. ആനയെ കണ്ടാൽ ജീവനുള്ളതാണെന്ന് തോന്നിപ്പോകും. അത്രയും സൂക്ഷ്മമായാണ് ശില്പികൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വാസ്തുവിദ്യയുടെ ഒരു വലിയ കൗതുകം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നകുല സഹദേവ രഥക്ഷേത്രത്തിന്റെ പിറകുവശത്തെ ആകൃതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തൊട്ടടുത്ത് നിൽക്കുന്ന ആനയുടെ പിൻഭാഗത്തെ ആകൃതിയുമായി ഇത് കൃത്യമായി ഒത്തുപോകുന്നുണ്ട്. ആനയുടെ പുറം ഭാഗം പോലെ തോന്നിപ്പിക്കുന്ന ഈ നിർമ്മാണ ശൈലിയെ ഗജപൃഷ്ഠാകൃതി എന്നാണ് വിളിക്കുന്നത്. പ്രകൃതിയെയും കലയെയും എത്ര മനോഹരമായിട്ടാണ് പല്ലവ കലാകാരന്മാർ ഇവിടെ കോർത്തിണക്കിയിരിക്കുന്നത്. ഇവയെല്ലാം വെറും കരിങ്കൽ കെട്ടിടങ്ങൾ മാത്രമല്ല, 1000 വർഷങ്ങൾക്കിപ്പുറവും ഇന്ത്യൻ വാസ്തുവിദ്യയെ അടയാളപ്പെടുത്തുന്ന ഓരോ ശൈലികളും പണ്ട് പരീക്ഷിച്ചു നോക്കിയ കല്ലിൽ തീർത്ത പാഠപുസ്തകങ്ങളുമാണ്. ഓരോ ശില്പവും ഓരോ വാസ്തുവിദ്യ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു എന്ന് നമുക്കിവിടെ കാണാം. പഞ്ചരഥങ്ങളിലെ വാസ്തുവിദ്യാ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മാമല്ലപുരം എന്ന കിരീടത്തിന്റെ പൊൻതൂവലായ ഷോർ ടെമ്പിളിലേക്കാണ്. മറ്റു രഥങ്ങളെല്ലാം ഒരു റിഹേഴ്സൽ മാത്രമായിരുന്നെങ്കിൽ ആ കലയുടെ പൂർണ്ണതയോടെയുള്ള അവസാനത്തെ മാസ്റ്റർ പീസാണ് ഈ ഷോർ ടെമ്പിൾ. 8-ാം നൂറ്റാണ്ടിൽ നരസിംഹവർമ്മൻ രണ്ടാമൻ നിർമ്മിച്ച ഇത് ദക്ഷിണേന്ത്യയിലെ തന്നെ കല്ലിൽ തീർത്ത ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലൊന്നാണ്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് തിരമാലകളെ സാക്ഷി നിർത്തി ഇത് ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് 7 പഗോഡകളുടെ നാട് എന്നാണ് സഞ്ചാരിയായ മാർക്കോ പോളോ ഈ മഹാബലിപുരത്തെ തീരത്തെ വിശേഷിപ്പിച്ചിരുന്നത്. തീരത്തുണ്ടായിരുന്ന വലിയൊരു ക്ഷേത്ര സമുച്ചയത്തിൽ അവശേഷിക്കുന്ന ഏക സ്മാരകമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റുള്ളവയെല്ലാം കടലെടുത്ത് പോയിട്ടുണ്ടാകാം. ഈ വിശ്വാസത്തിന് അടിവരയിടുന്ന ഒരു സംഭവം 2004 സുനാമി സമയത്ത് നടക്കുകയുണ്ടായി. കടൽ ഉൾവലിഞ്ഞ ആ നിമിഷങ്ങളിൽ നൂറ്റാണ്ടുകളായി മറഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രത്തിന്റെ പല അവശിഷ്ടങ്ങൾ തീരത്ത് വീണ്ടും ദൃശ്യമായത് ചരിത്രപ്രേമികളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കരിങ്കല്ലിൽ ഉറപ്പിച്ചു നിർത്തിയ ഈ ക്ഷേത്രം കഴിഞ്ഞ 1300 വർഷങ്ങളായി കടലിന്റെ രൗദ്രഭാവങ്ങളെല്ലാം അതിജീവിച്ച് ഇവിടെ നിലകൊള്ളുകയാണ്. ഉപ്പുകാറ്റേറ്റ് ഈ പിരമിഡ് ഗോപുരങ്ങളുടെ തെളിച്ചം അല്പം മങ്ങിയിട്ടുണ്ടെങ്കിലും അവയുടെ ഗാംഭീര്യം ഇന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. ശിവഭഗവാനായി സമർപ്പിച്ചിരിക്കുന്ന 2 പ്രധാന ശ്രീകോവിലുകളും വിഷ്ണുവിനായുള്ള ഒരു ചെറിയ ശ്രീകോവിലുമാണ് ക്ഷേത്ര സമുച്ചയത്തിലുള്ളത്. ക്ഷേത്ര മതിൽക്കെട്ടിന് തൊട്ടപ്പുറത്ത് തിരമാലകൾ വന്നു പതിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ കാലത്തിനതീതമായ ഏതോ ലോകത്തെത്തിയതുപോലെ തോന്നും. സന്ദർശകർക്ക് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ലെങ്കിലും പുറംചുവരുകളിലെ പല്ലവ ശില്പകലയുടെ വൈഭവം നമുക്ക് ആവോളം ഇവിടെ നിന്ന് ആസ്വദിക്കാനാകും. മഹാബലിപുരത്ത് മനസ്സിന് ഏറ്റവും ശാന്തമായ പ്രദേശമായി എനിക്ക് തോന്നിയത് ഇവിടമാണ്. ഇവിടുത്തെ ഗർഭഗൃഹത്തിന്റെ പിൻചുവരിലും സോമസ്കന്ദന്റെ മനോഹരമായ ഒരു ശില്പം കാണാം. അതിന് മുൻപിലായി ശിവലിംഗം പ്രതിഷ്ഠിച്ചിരുന്ന ഭാഗം ഇപ്പോഴും ഉണ്ടെങ്കിലും ശിവലിംഗം അവിടെ കാണാനില്ല. ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന സിംഹത്തിന്റെ വലിയ ഒരു ഏകശിലാശില്പം മറ്റൊരു അത്ഭുതമാണ്. ഭാഗികമായി മാത്രം കൊത്തിയെടുത്ത ഈ സിംഹരൂപത്തിന്റെ നെഞ്ചിൽ ഒരു ചെറിയ ദ്വാരമുണ്ട്. അതിന്റെ പുറത്തായി മഹിഷാസുരമർദ്ദിനിയായ ദുർഗാദേവിയുടെ ഒരു ചെറിയ രൂപവും കൊത്തിവെച്ചിട്ടുണ്ട്. ദേവിയുടെ വാഹനമായ സിംഹം അലറുന്ന ഭാവത്തിലാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുകൾക്ക് ചുറ്റുമായി ചതുരാകൃതിയിലുള്ള ഒരു മതിൽക്കെട്ടുണ്ട്. ശിവഭഗവാന്റെ വാഹനമായ നന്ദികേശന്റെ ശില്പങ്ങൾ നിരനിരയായി ഈ മതിലിന് കാവൽ നിൽക്കുന്നതായി നമുക്ക് കാണാം. ഈ നന്ദി ശില്പങ്ങളും സിംഹരൂപങ്ങളും ഈ ക്ഷേത്രത്തിന് ഒരു വലിയ സുരക്ഷാ കവചം തീർക്കുന്നത് പോലെ തോന്നും. മതിലുകളിലാവട്ടെ ദേവീദേവന്മാരുടെയും പുരാണ കഥകളുടെയും പൂക്കളുടെയും ഒക്കെ അതിസൂക്ഷ്മമായ കൊത്തുപണികൾ നിറഞ്ഞ ഒരു വലിയ ഗ്യാലറി തന്നെ പല്ലവ ശില്പികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പല്ലവ രാജാക്കന്മാർ അവരുടെ ശില്പികളെ ഉപയോഗിച്ച് വെറും സ്മാരകങ്ങൾ പണിയുക മാത്രമല്ല ചെയ്തത്, മറിച്ച് വരും തലമുറകൾക്കായി ഒരു വലിയ പൈതൃകം തന്നെ അവർ അവശേഷിപ്പിച്ചിട്ടാണ് പോയത്. കൂറ്റൻ പാറക്കൂട്ടങ്ങളെ അവർ ദൈവികമായ രഥങ്ങളാക്കി മാറ്റി. സാമ്രാജ്യങ്ങൾ പലതും തകർന്നു വീണിട്ടും കാലത്തെ അതിജീവിച്ച് ഈ തീരത്ത് അവർ കൊളുത്തിയ ആ കലയുടെ വെളിച്ചം ഇന്നും കെടാതെ നിലനിൽക്കുന്നു.
മനുഷ്യന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെയും കലയുടെ അനശ്വരമായ കരുത്തിന്റെയും ഉത്തമ ഉദാഹരണമായി മാമല്ലപുരം എന്നും ഇവിടെ നിലകൊള്ളും.